സോ ഗൈസ്, കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേന്റെ ഗാർഡൻ ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വലിയ സംഭവം ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാം. നല്ല രസമാണല്ലോ, കണ്ണിന് കുളിർമയേകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോ ചെടികൾ എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് മുഴുവനുണ്ട്, ചുറ്റോറുണ്ട് കേട്ടാ. കോമ്പൗണ്ട് ചുറ്റോറുണ്ട്. അതിനെ ആദ്യമൊക്കെ നിലത്തായിരുന്നു വെച്ചിരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഉണ്ടല്ലേ, സ്റ്റാൻഡൊക്കെ ആയിട്ട് സ്റ്റാൻഡിന്റെ മുകളിൽ. ഇതിപ്പോ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, അടിച്ചു വാരാൻ എളുപ്പത്തിനും ചെടി നനയ്ക്കാനും ഒക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ചെടികൾ എന്ന് പറയുമ്പം ഒക്കെ എല്ലാം മേടിച്ചൊന്നുമല്ല, കുറെയൊക്കെ അധികം പല വീടുകളിൽ നമുക്ക് പോകൂലേ, അപ്പൊ നമ്മള് അമ്മയ്ക്ക് കൊടുക്കുന്നതാണ്, അമ്മ ചോദിച്ചു മേടിക്കുന്നൊക്കെ ആയിരിക്കും. അപ്പോൾ പല വെറൈറ്റീസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാന്ന് വെച്ചാൽ. നിങ്ങൾ കാണാത്ത ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കാണിച്ചാണ് കേട്ടോ. ഇതൊക്കെ ചെറുത് വൈറ്റ് ബോഗൻവില്ല. ഗൈസ്, ബോഗൻവില്ലന്റെ വലിയൊരു കളക്ഷൻ വരെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഓരോ കാലഘട്ടം, അതായത് ഓരോ സീസൺ ആകുമ്പോൾ അതിനനുസരിച്ച് കൊഴിഞ്ഞു പോവാറുണ്ട്, ഓരോന്ന് നശിച്ചു പോവാറുണ്ട്. പിന്നെ ഓരോ മെയിൻ്റനൻസ് വർക്കൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഒക്കെ മാറ്റാറുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു ഇവിടെ ഈ മുക്കില്, ബോഗൻവില്ലയുടെ, റോസ് ബോഗൻവില്ലയുടെ. പല കളർ ഉണ്ടായിരുന്നു, ബോഗൻവില്ല പിങ്ക്, വൈറ്റ്, ഓറഞ്ച്, പല ടൈപ്പും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ കളറൊക്കെ ഉള്ളൂ. പിന്നെ ഇതിന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സാധനമാണ് പൊളിക്ക്. അതല്ല, ഇത് തലയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. അമ്മേന്റെ അടുത്തുനിന്ന് ചീത്തൊക്കെ കേൾക്കൂട്ടാ നമുക്ക് ചെടി തൊട്ടാല്. ഏത് ചെടിയായാലും ആള്, നമ്മൾ പൂവ് പറിക്കുകയാണെങ്കിലും നശിപ്പിക്കുകയാണെങ്കിലും ആള് നല്ല രീതിക്ക് വഴക്ക് പറയും. കണ്ടാല് ആൾക്ക് സത്യം പറഞ്ഞ കുട്ടികളെയും കാട്ടി സ്നേഹമാണ് ചെടീനോട്. ഇപ്പൊ ഈ ഒരു സൈഡിൽ ഇത്രയും ചെടികൾ ഉണ്ട് കേട്ടോ. ഈ ഒരു രണ്ട് സൈഡില് പല ടൈപ്പ് ചെടികളുണ്ട്. ഇനി നമുക്ക് ആ സൈഡിലേക്ക് പോവാം. ഇനി നമ്മള് കയറി വന്നപ്പോ കണ്ടതാണ് ഇപ്പൊ ഇത്രയും കണ്ടത് കേട്ടോ. ഇനി കാർപോച്ചിന്ന് നേരെ ഈ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോ ഇതാ, ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം മുഴുവനും ചുറ്റോറുണ്ട്. കണ്ടോ, പല വെറൈറ്റി ചെടികൾ. ഈ ചെടി സത്യം പറഞ്ഞാൽ വീട്ടിൽ വളർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. എന്താ അതിന്റെ സത്യാവസ്ഥ എന്നൊന്നും അറിയില്ല. ഇതാ ചെമ്പരത്തി, പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ മോട്ടറിന്റെ സൈഡാണ്. ഈ സൈഡിൽ മെയിനായിട്ട് പ്ലാവ്, പിന്നെ ഓമക്കായ, ഇരുമ്പാമ്പുളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ചാമ്പയ്ക്ക, തെങ്ങുകൾ ഒക്കെ ഉണ്ട്. തെങ്ങുകൾ കുറച്ചുണ്ട്. അത് നീ നോക്ക് ഗൈസ്, കാക്കപ്പൂവിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. മറ്റേ സാധാരണ കാക്കപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇതാ കാക്കപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിന്റെ പല വെറൈറ്റി, വെള്ളയുടെ മുകളിൽ പല മൾട്ടി കളർ. അപ്പൊ സാധാരണ കാക്കപ്പൂ അങ്ങനെ നമ്മൾ കാണാറില്ല. ഒരു കളറൊക്കെ, ഈ കളറൊക്കെ കോമൺ ആയിട്ട് കാണാറുള്ളൂ. ബാക്കി ഇങ്ങനത്തെ പല ടൈപ്പ് കളറ് അമ്മേന്റെ അടുത്തുണ്ട്. അതേപോലെ തന്നെ ഇതിനൊരു ബാക്ക് സ്റ്റോറി എന്ന് വെച്ചാല്, ഒരു വട്ടം കാക്കപ്പൂവ് കിട്ടാത്തൊരു സമയത്തിട്ടാ, അതായത് അമ്മേന്റെ അടുത്ത് കാക്കപ്പൂവ് ഇല്ല തീരെ സമയത്ത് ആരടുത്തൊന്ന് ചോദിച്ചപ്പോ കാക്കപ്പൂ കൊടുത്തില്ല. അതിനുശേഷം അമ്മയ്ക്ക് എവിടുന്നോ വേറെ എവിടുന്നോ കിട്ടി. അതിനുശേഷം പിന്നെ കാക്കപ്പൂവ് തന്നെ, ഫുള്ള് കാക്കപ്പൂവിന്റെ ചെടി. അതിങ്ങനെ കുറെ ഉണ്ടാവുമല്ലോ, കുറെ ഉണ്ടാവും ആ കാക്കപ്പൂവ്. പിന്നെ ഫുൾ കാക്കപ്പൂവ് തന്നെയായിരുന്നു. ഇനി എന്താ, പിന്നെ ഇതുപോലത്തെ ഹാങ്ങിങ്സും ഉണ്ട്.
ഇങ്ങനത്തെ സംഭവങ്ങൾ ഹാങ്ങിങ്സ് തൂക്കുന്ന ചെടികളൊക്കെ ഉണ്ട്. അതും വെറൈറ്റികളുണ്ട്. ഒരു പൂവിന്റെ തന്നെ പല വെറൈറ്റി കളറുകളും അങ്ങനെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. കുഴപ്പമില്ല. വീടിന് പുറമെ ചെടികൾ മാത്രല്ല, അകത്തും ഉണ്ട്. അകത്തും ചെറിയ ചെറിയ ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇൻഡോർ ആയിട്ട് ഉള്ള ചെടികളൊക്കെ ഉണ്ടിട്ടാ. അത് നമ്മൾ ഇനിയിപ്പോ വേറെ ഹോം ടൂർ ഒക്കെ എടുക്കുമ്പോ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. വെള്ള, ലൈറ്റ് റോസ്, റെഡ്, ഇങ്ങനത്തെ റോസ്, കുഞ്ഞ് റോസ്, പല ടൈപ്പ് റോസുകളും വീട്ടിലുണ്ട്. ചിലതൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കാണിക്കും. ഗൈസ്, മുല്ലപ്പൂ വരെ ഉണ്ട്. ഇത് ഒരു ടൈപ്പ് മുല്ലപ്പൂവാണ്. വേറൊരു ടൈപ്പ് കൂടെ ഉണ്ടായിരുന്നു, അത് പോയി ഗൈസ്. നല്ലൊരു മുല്ലപ്പൂ. ഇവിടെ പിന്നെ ഈ സൈഡ് ഫുള്ളും മെയിൻ്റനൻസ് ആണ്. ഈ തേങ്ങ ഇടുന്ന സമയത്ത് നമ്മൾ ചെടിച്ചട്ടികളൊക്കെ എടുത്ത് വെക്കണം, മാറ്റി വെക്കണം ഒരു സൈഡിലേക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ചെടിച്ചട്ടികളും പൊട്ടി പോകും. അപ്പൊ അതുകൊണ്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചെടിച്ചട്ടികളൊക്കെ തിരിച്ച് അതേ പ്ലേസിൽ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മണി പ്ലാന്റ്, മണി ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. മണി വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്. രാവിലെ എണീറ്റിട്ട് അതിന്റെ മേലെ മണി വർക്ക് ചെയ്യുക. ഞങ്ങൾ ഇവിടെ ഓരോന്ന് ചിക്കി മാന്തി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോ കിട്ടിയതാണിത്. നോക്ക് ഡേറ്റ്. അമ്മ അച്ഛനെ എഴുതിയ കത്താണ്. ഇതുപോലെ പല കത്തുകളും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാൻ പിന്നെ ഒന്നും പറയാത്ത ഇതൊക്കെ വായിച്ചെടുക്കാറ്. വായിക്കാൻ പാടില്ലത് അവരുടെ പ്രൈവസിന്റെ ഭാഗമാണ്. എന്നാലും ഞാനൊരു ക്യൂരിയോസിറ്റിന്റെ ഇതിൽ വായിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ വായിക്കുന്നില്ല കേട്ടോ ഗൈസ്, അത് മോശമാണ്. സോ ഗൈസ്, നമ്മള് സൈഡ് അങ്ങോട്ട് നോക്കി. നമ്മള് വീട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് സൈഡാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ സൈഡ്, അതായത് ലെഫ്റ്റ്, വീടിന്റെ റൈറ്റ് സൈഡ്. നേരത്തെ ലെഫ്റ്റ് സൈഡ് ആയിരുന്നു, ഇനി റൈറ്റ് സൈഡ്. മണി പ്ലാന്റ് ഒക്കെ നമ്മള് എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് മണി പ്ലാന്റ് ഇവിടെ കുറെ ഉണ്ട്. പിന്നെന്താ, ഇതൊക്കെ ഹാങ്ങിങ്സ് ഒക്കെ പല വെറൈറ്റി തന്നെയാണ്. ഒന്നെ സെയിം ആയിട്ട് വരുന്നില്ല, ഒക്കെ വെറൈറ്റി തന്നെയാണ് ഹാങ്ങിങ്സ് ഒക്കെ ഉള്ളത്. ഇത് കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ഈ ഫ്ലാറ്റുകളിലും ചില എന്താണ് ഇത് പുറത്ത് വീടുകളിലെല്ലാതെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് വയ്ക്കുന്ന സാധനമാണ്. പിന്നെന്താ, ഇനി ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഒരേ ഫാമിലിയിൽപ്പെട്ട സംഭവമാണ്. എന്താ ആ സാധനമൊക്കെ കണ്ടോ? ഇങ്ങനത്തെ കുറെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് ഇതിനും പല വെറൈറ്റീസ് ഓഫ് കളറുണ്ട്. മഞ്ഞ, ഓറഞ്ച്, റോസ്, മൾട്ടി കളർ, മൾട്ടി കളർ നല്ല ഭംഗിയാണത് കാണാൻ. കുറെ ഉണ്ടായി നിൽക്കുന്ന കാണാനുണ്ട്. അത് നേരത്തെ ഒന്നിന്റെ ഫാമിലി ആണെന്നില്ല, അതൊക്കെ അതിന്റെ ഫാമിലി ആട്ടോ. ഇന്നലെ ചെമ്പരത്തിന്റെ സെക്ഷൻ ഓർമ്മയുണ്ട്. മറ്റേ പറഞ്ഞിട്ട് കൊടൈക്കനാലിന് കൊണ്ടുവന്നു കേട്ടോ അതൊക്കെ. പിന്നെന്താ, പിന്നെ എല്ലാ ചെടിയിലും കോമൺ ആയിട്ട് വളരുന്ന സാധനമാണ് തുളസി. തുളസി ഇവിടെ കൊറേ ഉണ്ട്, അങ്ങ് ഇങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, പിന്നെ ആർക്കും ഇഷ്ടമില്ലാത്ത പൊതുവെ അങ്ങനെ ഇഷ്ടപ്പെടാത്ത സാധനമാണ് ശവനാറിപ്പൂ. ശവനാറിപ്പൂന്റെ വൈറ്റും പിങ്കൊക്കെ ഉണ്ട്. പിന്നെ കറ്റാർവാഴ ഉണ്ട് ഇവിടെ. ഇതൊരു പ്രത്യേകത. ഇങ്ങനെ പല വെറൈറ്റി ചെടികളുണ്ട്, ഒന്നിനൊന്നും മെച്ചം. എല്ലാം പല വെറൈറ്റി. ഇപ്പൊ നേരത്തെ ഞാനൊരു ചെടി, ഒരു പൂവ് തല വെച്ചില്ലേ, അതിന്റെ റെഡാണത്, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ അതാ ബൊഗൻവില്ലിന്റെ കൊറേയൊക്കെ എവിടെയും കാണാത്ത വൈറ്റ്, പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓറഞ്ച്, പല വെറൈറ്റീസ് കാണാം.
ഒക്കെ ഈ സൈഡിലുള്ള ചെടികൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നേരത്തെ കണ്ടില്ലേ നമ്മളൊരു പൂ മൾട്ടി കളറാണ്, വേറെ മൾട്ടി കളർ ഇതാ പിങ്ക്. അപ്പൊ ഗൈസ്, അപ്പൊ ഇത്രയാണ് ചെടികള്. നമ്മളിനി കാണിക്കാത്ത ഒരുപാട് ചെടികൾ വേറെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഫൗണ്ടർ ഉണ്ട്, എന്റെ അമ്മ. സാമിയണ്ണ, ഇതൊന്നും എന്റെ കാശല്ല. ആൾക്ക് ഇനിയിപ്പൊ റിട്ടയർ ആവാൻ പോവാണ്. അപ്പൊ റിട്ടയർ ആയി കഴിഞ്ഞാല് ഒരു നഴ്സറി പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുമോ നോക്കാം. എല്ലാരും നടത്തുന്ന സംഭവം തന്നെയാണ് നഴ്സറി. നമുക്ക് ചെറുതായിട്ട് വീട്ടില് നടത്താൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ. അത്യാവശ്യം നല്ല ചെടികളുണ്ട്, പല വെറൈറ്റീസ് ഓഫ് ചെടികളുണ്ട്. ആ പല വെറൈറ്റീസ് ഓഫ് ചെടികളിൽ തന്നെ പല ഫാമിലിപ്പെട്ട ചെടികളുണ്ട്, പല ടൈപ്പ് കളറിലുള്ളതുണ്ട്, ഒന്ന് തന്നെ ഉള്ളത് പല കളറിലുണ്ട്. അപ്പൊ അങ്ങനെ നഴ്സറി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോയില് എന്താ പറയാ ഇത് കാണിച്ചപ്പോ എനിക്ക് കാണിക്കണം തോന്നി. ഇതിനെ പറ്റി ഒന്നും പറയോ? ഒന്നും പറയല്ല. ഇതിനെ പറ്റി ഒന്നും പറയും. എങ്ങനെയാണ് ഈ ചെടികളൊക്കെ സെറ്റ്? വെറും പാഷൻ. തന്നെ ആള് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. എനിക്കിഷ്ടമാണ്, അതാണ്, അത്രയേ ഉള്ളൂ. അതാണ് പാഷൻ എന്ന് പറയുന്നത്. ചിലർക്കൊന്നും ചെടി വളർത്തുന്ന ഇഷ്ടേയല്ലേ. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. ഭയങ്കര പണിയാണ്. എപ്പോഴും ഇങ്ങനെ ചെടി നനച്ചോണ്ടിരിക്കണം, അതിനെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം, ഒക്കെ ഒരു പണി തന്നെയാണ് സത്യം പറഞ്ഞാല്. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഞാനൊക്കെ ഭയങ്കര മടിച്ചായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. പിന്നെ അമ്മ കണ്ടിട്ട് ചെയ്യണതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഫൗണ്ടർ അടുത്ത് നമ്മൾ ചോദിച്ചു. ഇനി നമ്മളുടെ കോ ഫൗണ്ടർ ആയിട്ടുള്ള എന്റെ അച്ഛനോട് ചോദിച്ചു വെക്കാം, ഇതിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇത് ഒരാളുടെ അഭിലാഷം സാധിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ ഈ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗാർഡന്റെ ശ്രമം, ഗാർഡന്റെ തുടക്കം ഇതിന് റിട്ടയർ ചെയ്യുന്നതിന് ശേഷം ഇതിലാണ്. അതെ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്. ഒരു നഴ്സറി, ഒരു കുഞ്ഞു നഴ്സറി തുറന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ആൾക്ക് അത്രയധികം എന്നോട് കമ്പാഷൻ കാണുന്ന സ്ഥലത്തുനിന്ന് അത് എവിടുന്നായാലും അതിനോടൊക്കെ എന്റെ അഭിവാഞ്ച ഒരാക്രാന്തം. സോ നമ്മുടെ ഗാർഡൻ ടൂർ നമ്മൾ ഇത് ഇനിയും എക്സ്പാൻഡ് ചെയ്യുന്നതാണ് അമ്മേന്റെ റിട്ടയർമെന്റിന് ശേഷം. അതെ, അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ. Till then, take care. Bye bye.